ഗീതാമൃതം. അർജുന, പുണ്യം തീരുമ്പോൾ വീണ്ടും ഇവിടെ തന്നെ വരണം. എന്നിട്ട് എന്താണ്? ചാവും. വീണ്ടും ജനിക്കും, വീണ്ടും മരിക്കും. നീ ബോറടിച്ച് ചാവും അർജുന. ഇങ്ങനെ സ്വർഗമൊന്നും അല്ല നിന്റെ ലക്ഷ്യം. അന്നേരം എല്ലാവിധ, അതായത് പല പല വേദങ്ങൾ പഠിച്ച് പുണ്യമൊക്കെ ആർജിച്ച് പല ദേവലോകത്തൊക്കെ പോകാറുണ്ട് അല്ലേ, ഇന്ദ്രലോകത്തൊക്കെ. അവരെല്ലാം അവിടെയൊക്കെ പോകുന്നത് എൻ്റെ കാരുണ്യത്താലാണ് അർജുന. അതൊന്നും അത്ര വലിയ സംഭവമൊന്നുമല്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അന്നേരം അവിടെ സ്വർഗലോകത്ത് പോയാലും അർജുന, പുണ്യം തീരുമ്പോൾ വീണ്ടും ഇവിടെ തന്നെ വരണം. എന്നിട്ട് എന്താണ്? ഇങ്ങനെ പുണ്യവും പാപത്തിൻ്റെയും കളികൾ പോയി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ജനിച്ച് മരിച്ച് ബോറടിച്ച് ചാവും. വീണ്ടും ജനിക്കും, വീണ്ടും മരിക്കും. നീ ബോറടിച്ച് ചാവും അർജുന. ഇങ്ങനെ സ്വർഗമൊന്നും അല്ല നിന്റെ ലക്ഷ്യം. അതിനും അപ്പുറത്ത് പോകണം. എന്താണ്? അനന്യശ്ചിന്തയന്തോ മാം. പക്ഷെ നേരെ മറിച്ച് ദേവന്മാരെ നീ ഉപാസിക്കുമ്പോഴും എന്നെ തന്നെയാണ് ഉപാസിക്കുന്നത്. ഇനി എന്തോ പറയുന്നേ, പക്ഷെ അവരുടെ പ്രശ്നം എന്താണ്? അവർ ദേവന്മാരെ പൂജിക്കുന്നുണ്ട്, അവർ ദേവലോകത്ത് പോകും, എന്നിട്ട് വീണ്ടും ഇങ്ങോട്ട് വരും. അനന്യശ്ചിന്തയന്തോ മാം. അതുകൊണ്ട് അന്യ വിഷയങ്ങളിൽ ചിന്ത പോകാതെ യേ ജനാപരി ഉപാസതേ, ആരാണോ എന്നെ ഉപാസിക്കുന്നത്, തേഷാം നിത്യ അഭിയുക്താനാം, അവരെപ്പോഴും എന്നിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. യോഗക്ഷേമം വഹാമ്യഹം. ഞാൻ അവരുടെ എല്ലാ കാര്യവും നോക്കും. അവർക്ക് വേണ്ടുന്ന ആവശ്യങ്ങളൊക്കെ ഞാൻ കൊടുക്കും. അവരുടെ ആവശ്യങ്ങളൊക്കെ ഞാൻ പൂർത്തീകരിക്കും. ക്ഷേമം, യോഗക്ഷേമം വഹാമ്യഹം. അവർക്ക് വേണ്ട സംരക്ഷണവും ഞാൻ കൊടുക്കും. അടിപൊളിയല്ലേ? അനന്യശ്ചിന്തയന്തോ, ആരാണോ എന്നെ അനന്യ മനസ്സായിട്ട് ചിന്തിക്കുന്നത്, വേറൊന്നിലും വിഷയങ്ങൾ പോകാതെ എന്നിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. യേ ജനാപരി ഉപാസതേ, ആരാണോ എന്നെ അങ്ങനെ ഭജിക്കുന്നത്, തേഷാം നിത്യ അഭിയുക്താനാം, എപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നു, എന്നിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു, അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ കൊടുക്കുന്നു. ഇത് ധൈര്യമായിട്ട് നിങ്ങൾ വിശ്വസിക്കാം. എന്താ കണ്ടീഷൻ? അനന്യശ്ചിന്തയന്തോ മാം, എപ്പോഴും ഭഗവാനിൽ തന്നെ ഉറച്ചു നിൽക്കണം. യേ ജനാപരി ഉപാസതേ, ആരാണോ അനന്യ മനസ്സനായിട്ട് ഭഗവാനെ തന്നെ ഉപാസിച്ചുകൊണ്ടിരിക്കുന്നത്, തേഷാം, അങ്ങനെയുള്ളവരിൽ, അനന്യ മനസ്കരായിട്ട് ഭഗവാനെ നിത്യവും ഉപാസിക്കുന്നവരിൽ, നിത്യ അഭിയുക്താനാം, എപ്പോഴും ഭഗവാന്റെ ഭക്തിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവർ. അതായത് ഭഗവാനെ ഭജിക്കുമ്പോൾ വേറൊരു കാര്യത്തിലും ചിന്തയില്ല. ഓക്കെ, അതാണ് അനന്യ മനസ്. അതായത് ഇപ്പോൾ 24 മണിക്കൂറിൽ ഒരു 5 മിനിറ്റെങ്കിലും നമുക്ക് അനന്യ മനസ്കനായിട്ടിരിക്കാം അല്ലേ? ജപിക്കുന്ന സമയത്ത് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ രാമ, അങ്ങനെ തന്നെ ഉറച്ചു നിൽക്കാം അല്ലേ? അങ്ങനെ ജപിക്കുന്നവരിൽ തേഷാം നിത്യ അഭിയുക്താനം, അങ്ങനെ തന്നെ എപ്പോഴും ഇരിക്കണം, നിത്യ അഭിയുക്താനം. അതായത് ഒരു നിമിഷം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിക്കാത്തവർ. അവരുടെ എന്താണ്? യോഗക്ഷേമം വഹാമി, അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കും. ഈ യോഗക്ഷേമം വഹാമിഹം, ലൈഫ് ഇൻഷുറൻസ് LIC പോളിസിക്കാർ അവരുടെ ലോഗോയുടെ താഴെ വെച്ചിട്ടുണ്ട് യോഗക്ഷേമം വഹാമിഹം. നിങ്ങൾ പോളിസി എടുക്കും, നിങ്ങളുടെ എല്ലാ കാര്യവും ഞാൻ നോക്കിക്കോളാം മരിച്ചതിന് ശേഷം. പക്ഷെ യഥാർത്ഥത്തിൽ ആ ശ്ലോകം ഇവിടെയാണ് വരുന്നത്. എന്താണ്? അനന്യശ്ചിന്തയന്തോ മാം, എപ്പോഴും എന്നിൽ തന്നെ ഉറച്ചു നിൽ, എന്നെ കുറിച്ച് തന്നെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, യേ ജനാപരി ഉപാസതേ, എൻ്റെ ഉപാസന ചെയ്യുന്നവർ, എന്നെ പൂജിക്കുന്നവർ, എന്നെ എപ്പോഴും ധ്യാനിക്കുന്നവർ, അവർ എന്നിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവർ, അങ്ങനെയുള്ള വ്യക്തികൾ നിത്യ അഭിയുക്താനാം, ആ അവസ്ഥയിൽ എപ്പോഴും ഇരിക്കുന്നവർ, അനന്യ മനസ്കരായിട്ട് എന്നെ ഉപാസിക്കുന്നവരിൽ നിത്യവും അങ്ങനെ ഇരിക്കുന്നവർ. ഏ ജനാപരി ഉപാസതേ, ഭഗവാനെ ഭജിക്കുന്നവരിൽ, ഭജിക്കുമ്പോഴും എന്നെ കുറിച്ച് ചിന്തിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ്. അനന്യശ്ചിന്ത എന്താ? അല്ല അവിടെ ഇവിടെ നോക്കി ജപിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ജപിക്കുമ്പോൾ ഭഗവാനിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവർ, അതുകൂടാതെ നിത്യ അഭിയുക്താനം, അങ്ങനെ തന്നെ എപ്പോഴും യുക്തമായിട്ട് ഭഗവാനെ കുറിച്ച് ചിന്തിച്ച് ജപിച്ച് ഭഗവാനുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇരിക്കുന്ന വ്യക്തിയാണ് നിത്യ അഭിയുക്താനാം. അനന്യശ്ചിന്തയന്തോ മാം യേ ജനാപരി ഉപാസതേ തേഷാം നിത്യ അഭിയുക്താനാം. അതായത് അനന്യശ്ചിന്തയന്തോ മാം, വേറൊരു ചിന്തയില്ലാതെ ഭഗവാനെ ഉപാസിക്കണം. അതുകൂടാതെ അങ്ങനെയുള്ളവരിൽ നിത്യ അഭിയുക്താനാം, എപ്പോഴും അങ്ങനെ ഭഗവാനുമായിട്ട്
യുക്തമായിട്ടിരിക്കുന്നവർ, കണക്റ്റഡ് ആയിട്ടിരിക്കുന്നവർ യോഗക്ഷേമം വഹാമ്യഹം. അവരുടെ എല്ലാ കാര്യവും ഭഗവാൻ നോക്കുന്നതാണ് പറഞ്ഞത്. അവരുടെ എല്ലാ കാര്യവും ഭഗവാൻ നോക്കും. എല്ലാ കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ളതെല്ലാം ഭഗവാൻ നൽകുകയും ചെയ്യും, അവരുടെ ഉള്ള കാര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യും എന്ന് പ്രഭുപാദ് ജി ഇവിടെ പറയുന്നു. എന്നാലും അർജുന, മറ്റ് ദേവന്മാരെ ആശ്രയിക്കുന്ന വ്യക്തികൾ അവരും യഥാർത്ഥത്തിൽ എന്നെ തന്നെയാണ് ആരാധിക്കുന്നത്, പക്ഷെ അവിധിപൂർവകം, ശരിയായിട്ടുള്ള രീതിയിലല്ല പൂജിക്കുന്നത്. എന്നെ തന്നെയാണ് പൂജിക്കുന്നത്, പക്ഷെ ശരിയായിട്ടുള്ള രീതിയിലല്ല. ഞാൻ ആരാണെന്ന് മനസ്സിലാക്കാതെ അവർ മറ്റ് ദേവന്മാരെ ആരാധിക്കുന്നു. അവരും എന്നെ തന്നെയാണ് പൂജിക്കുന്നത്, പക്ഷെ അത് ഒരു ശരിയായിട്ടുള്ള രീതിയല്ല എന്നെ പൂജിക്കേണ്ടത്. അഹം ഹി സർവയജ്ഞാനാം ഭോക്ത ച പ്രഭുർ ഏവ ച നതുമാഭിജാനന്തി തത്വേന തശ്ചൈവന്തി തേ. അന്നേരം ഭഗവാൻ പറയുന്നു, എല്ലാ യജ്ഞങ്ങളും എനിക്ക് വേണ്ടിയാണ്. എല്ലാ യജ്ഞങ്ങളുടെയും അർഘ്യങ്ങളും യജ്ഞങ്ങളുടെ ഹവിസ്സുകളും എല്ലാം, അതായത് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും യഥാർത്ഥത്തിൽ എനിക്ക് വേണ്ടി ആയിരിക്കണം. ആരാണോ എനിക്ക് വേണ്ടി പ്രവർത്തിക്കാത്തത് അവരെല്ലാം തത്വേന ചവന്തിഥേ, അവരെപ്പോഴും അവരുടെ ആത്മീയ തലങ്ങളിൽ നിന്നും പതീതരായിട്ട് പോകും. അതായത് ഭഗവാന് വേണ്ടി നമ്മൾ ചെയ്യാതെ മറ്റേത് കാര്യങ്ങൾ ചെയ്താലും അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഇനി അടുത്ത 25-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, യാന്തി ദേവവ്രതാ ദേവാൻ. ദേവന്മാരെ ആരാധിക്കുന്നവർ എവിടെ പോവും? ദേവന്മാരുടെ അടുത്ത് പോവും. പിതൃൻ യാന്തി പിതൃവ്രത, പിതൃക്കളെ പൂജിക്കുന്നവർ പിതൃക്കളുടെ അടുത്ത് പോകും. ഭൂതാൻ യാന്തി ഭൂതേജ്യ, ഇനി ഭൂതപ്രേത പിശാചികളെ പൂജിക്കുന്നവർ അവരുടെ അടുത്ത് പോകും. യാന്തി മത് യജിനോ യാന്തി മത് യാജിനോ അപിമാം, ഇനി എന്നെ പൂജിക്കുന്നവർ എൻ്റെ അടുത്ത് വരും. എന്നാലോചിച്ചു, ദേവന്മാരെ പൂജിക്കുന്നവർ ദേവന്മാരുടെ അടുത്ത് പോവും, പിതൃക്കളെ പൂജിക്കുന്നവർ പിതൃക്കളുടെ അടുത്ത് പോവും, ഭൂതപ്രേതങ്ങളെ പൂജിക്കുന്നവർ ഭൂതങ്ങളായിട്ട് മാറും. യാന്തിമാദ്യാജിനോ അഭിമാം, ഇനി എന്നെ പൂജിക്കുന്നവർ എൻ്റെ അടുത്ത് വരും. വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് എവിടെയാ